Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. സർവാദരണീയരായ അള്ളാഹുവിൻ്റെ അതിവിനീതരായ ദാസീദാസന്മാരെ, പരമ കാരുണികനും കരുണാവാരിധിയുമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും സംരക്ഷകനുമായ നമ്മുടെ ഓരോ നിശ്വാസങ്ങളുടെയും ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും നന്നായി അറിയുകയും അള്ളാഹുവുമായി അടുക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയെ, സൂക്ഷ്മതയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. ജഗന്നിയന്താവായ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തഖ്വ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ദുനിയാവിൽ ഉള്ളത്. നമ്മളല്ലാത്ത കോടാനുകോടി ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനാകുന്ന ഒരു പ്രതലം നമുക്കിടയിലുള്ള ആത്മാർത്ഥമായ സ്നേഹം തുളുമ്പുന്ന ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളിൽ വളരെ പവിത്രമായ ബന്ധങ്ങളുണ്ട്, പാവനമായ ബന്ധങ്ങളുണ്ട്. പരിപാലിക്കപ്പെടേണ്ട ഒട്ടനവധി ബന്ധങ്ങൾക്കിടയിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങളെ സംബന്ധിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ദുഹാ ബിബഅദ്. അതായത് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തെ പോലെ. അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ എന്നിട്ട് പ്രവാചകൻ തൻ്റെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹാബികൾക്ക് കാണിച്ചു കൊടുത്തു.
ഈ വിരലുകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ, കെട്ടിടത്തിലെ ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയോട് വാരിപ്പുണർന്ന് ചേർന്ന് നിൽക്കുന്നത് പോലെ പവിത്രവും ശ്രദ്ധാകരവും ശക്തവുമാണ് ഒരു കെട്ടിടത്തെ പോലെ നിങ്ങളുടെ ബന്ധങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നിടത്തും അകന്നു പോകുന്നിടത്തും നിങ്ങൾ ജാഗ്രത കാണിക്കണമെന്ന് ഒട്ടനവധി സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉപദേശിച്ചു. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞത്, വമൻ ശദ്ദ ഇലന്നാർ, ആര് ഈ ബന്ധങ്ങളെ പിളർത്തി അകന്നു പോകുന്നവോ അവൻ്റെ ആ പോക്ക് ഇലന്നാർ, നരകത്തിലേക്കുള്ള പോക്കാണ് എന്നാണ്. അപ്പം സാമൂഹ്യ ജീവിതത്തിൽ എനിക്ക് മതിയായവനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും എൻ്റെ പണവും എൻ്റെ സമ്പാദ്യവും അതിന് എനിക്ക് പ്രേരിതമാണ്, എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ സമ്പാദ്യവും എൻ്റെ സമ്പത്തും എനിക്ക് ദുനിയാവിലുള്ളതൊക്കെയാണ്, ബന്ധങ്ങളൊക്കെ അത് കഴിഞ്ഞു മതി എന്ന് ചിന്തിക്കുകയും ബന്ധങ്ങളെ അപ്രസക്തമാക്കുകയും ചെയ്യുന്ന ആളുകൾ, അതാണ് വമൻ ശദ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം. ഛിന്ന ഭിന്നമാക്കി പൊളിച്ചെഴുതി മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശദ്ദ ഇലന്നാർ, അവൻ്റെ ആ പോക്ക് സത്യത്തിൽ നരകത്തിലേക്കാണ് എന്നതാണ്. നമ്മൾ ഈ ദുനിയാവിൽ ഈ ബന്ധങ്ങൾ പരിപാലിക്കുന്നതിന് പല കൽപ്പനകളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും, അല്ലേ? നമ്മൾ വെറുതെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ ആ ബന്ധം അങ്ങോട്ട് പോകില്ല. അതൊരു കൊടുക്കൽ വാങ്ങലാണ്, അതൊരു ക്രെഡിറ്റും ഒരു ഡെബിറ്റുമാണെന്നർത്ഥം. ചില ആളുകൾക്ക് ക്രെഡിറ്റ് മാത്രമാണ് ഇഷ്ടം, തൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ആരെന്നെ കണ്ടാലും എന്നെ സ്നേഹിച്ചോളണം, എന്നെ ബഹുമാനിച്ചോളണം. നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു സ്വഭാവമാണല്ലോ. ക്രെഡിറ്റഡ് എന്ന് കണ്ടാൽ വലിയ സന്തോഷമാണ്. അതിലേക്ക് ഒരു 50,000 ക്രെഡിറ്റായി എന്ന് കണ്ടാൽ സാലറി ആയാലും ഒക്കെ നമുക്കിഷ്ടമാണ്. പക്ഷെ ഡെബിറ്റ് കാണുമ്പോൾ മുഖം ഒന്ന് ചുളിയും, തീരാണല്ലോ എന്ന്. കൊടുക്കുക വാങ്ങുക, ഇത് മനുഷ്യനിൽ ഭൂപ്രകൃതിയിൽ അള്ളാഹു മാനവരാശിയിൽ ഏർപ്പെടുത്തിയ ഒരു നിയതമായ സംവിധാനമാണ്, അല്ലേ? കേരളത്തെ സംബന്ധിച്ച് അതിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് പറയാറുള്ളത് എന്താണെന്നറിയോ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പരിചിതമാകാനുള്ളൊരു കാരണങ്ങളിലൊന്ന് അവിടെ മഴയുണ്ട്, വെയിലുണ്ട് എന്നതാണ്. വെയിൽ വരുമ്പോൾ തെറ്റില്ല എന്നും മഴ വരുമ്പോൾ അത് തെറ്റാണെന്നും ചിന്തിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ മനുഷ്യനെന്ന ചിന്താശീലനായ, പ്രതിഭാധനനായ, കഴിവുകൾ ഏറെയുള്ള, മനനശേഷിയുള്ള മനുഷ്യൻ്റെ ഊഷ്മളമായ ബന്ധങ്ങൾക്ക് അടുക്കും ചിട്ടയും പാകാൻ ഇസ്ലാം ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വസിയ്യത്തായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മിലൊക്കെ കാര്യമായി ശ്രദ്ധ ചെലുത്തേണ്ട, നമ്മൾ സ്വയം തിരുത്തണമെങ്കിൽ തിരുത്തുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിൽ ഒന്ന് ഹുസ്നുൽ ബിന്നാസ് എന്നാണ്. ജനങ്ങളോട് നല്ല വിചാരം പുലർത്തി ജീവിക്കുക എന്നത്. നല്ല വിചാരം ഒരാളെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ദുനിയാവിൽ ഒരാളെക്കുറിച്ച് നല്ലത് വിചാരിക്കുക, അതാണോ നമുക്ക് പ്രയാസം? അതല്ല ഒരാളെക്കുറിച്ച് മോശം വിചാരിക്കലാണോ? ഏതായിരിക്കും എളുപ്പമെന്ന് ചോദിച്ചാൽ, മനുഷ്യപ്രകൃതിയെ പരിചിതമായ ഈ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഒരാളെക്കുറിച്ച് മോശം വിചാരിക്കലാണ് ഏറ്റവും എളുപ്പം. വിശ്വാസികളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നല്ലത് വിചാരിക്കണം എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഒരേ സഫിൽ, ഒന്നിച്ചൊരു പള്ളിയിൽ ഒരേ സഫിൽ കാലുകൾ ചേർത്ത് നിൽക്കുമ്പോഴും അവരുടെ മനസ്സുകൾ തമ്മിൽ ചേർച്ചില്ല. ഇവ നിസ്കരിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്നിടത്ത് ഞാനല്ലാത്ത മറ്റവനെ ചെറുതാക്കുകയും അതുപോലെ തന്നെ അന്യനാക്കുകയും മനസ്സുകൊണ്ട് അപഹസിക്കാനും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനും ഒരു വിശ്വാസി തയ്യാറാകുന്നൊരു മനസ്സ് ഒരിക്കലും ഒരു മുഅ്മിനിന് പാടില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ. ഒരാളെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ മിൻ ഹുസ്നിൽ ഇബാദ, അതൊരു ഇബാദത്ത്, നല്ലൊരു ഇബാദത്ത് ചെയ്യുന്നത് പോലെയാണ് എന്നാണ്. അപ്പോൾ ഒരാളെക്കുറിച്ച് ഞാനൊരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 15 കൊല്ലം നല്ലത് വിചാരിച്ചാൽ ഞാൻ ആ 15 കൊല്ലം ഇബാദത്ത് ചെയ്തവനാണ് എന്നാണ്. നിസ്കാരം ഒരു ഇബാദത്തല്ലേ? ആണ്. സക്കാത്ത് ഒരു ഇബാദത്തല്ലേ? ആണ്. ഹജ്ജും ഉംറയും ഇബാദത്തല്ലേ? ആണല്ലോ. നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ അതിശ്രേഷ്ഠവും ഇബാദത്തുകളിലും ആരാധനകളിലും പെട്ടതല്ലേ? ആണ്. എന്നതുപോലെ
ഞാൻ ജീവിക്കുന്ന പ്രതലത്തിൽ എൻ്റെ സഹോദരനെക്കുറിച്ച് നല്ലത് വിചാരിച്ച് ഞാൻ 10 കൊല്ലം ജീവിച്ചാൽ ആ 10 കൊല്ലം ഞാൻ ഹുസ്നുൽ ഇബാദ, നല്ല ഇബാദത്ത് ചെയ്തവനായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നിൽ ഒരുപാട് പോരായ്മകളില്ലേ? ഉണ്ട്. എന്നിലെ പോരായ്മകളെ കൊണ്ട് എന്നെ അകറ്റി നിർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. എന്നിൽ കുറേ ഗുണങ്ങളുണ്ട്, എന്നാൽ പോരായ്മകളുമുണ്ട്. ഈ പോരായ്മകളുടെ പേരിൽ നിങ്ങളാരും എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നില്ല, എന്നെ അടുപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അനഭിമതനായി ദൂരെ മാറ്റി നിർത്തപ്പെടുന്നു. എനിക്കിഷ്ടമാണോ? ഇല്ലല്ലോ. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാണോ? ഇല്ല. എൻ്റെ മുന്നിൽ കുട്ടികളുണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ 9 ഗുണങ്ങളെ കാണാതെ 10ാമത്തെ ദോഷത്തിൻ്റെ പേരിൽ നിങ്ങൾ അകറ്റി നിർത്തുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ആരും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ ഒരു മനുഷ്യൻ്റെ നന്മകളെ കാണാനുള്ള മനസ്സ് ഇന്ന് സർവ്വവ്യാപകമായി കുറഞ്ഞു വരുന്നു എന്നത് വിശ്വാസികൾ അതിഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സഹാബി, അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. മരണവേളയിൽ ആ സമയത്ത് പലരും വരുന്നു പോകുന്നു. സഹാബികൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നൊരു സന്ദർഭമുണ്ട്. ഇദ്ദേഹം വരുന്നവരോടൊക്കെ എന്ന് പറഞ്ഞാൽ മരിക്കാൻ അധികം സമയം ഇല്ല, ഏകദേശം അത്തരം ഒരു ശാരീരികാവസ്ഥയിൽ രോഗഗ്രസ്തനായി അദ്ദേഹം കിടക്കുകയാണ്. ആ കിടപ്പിൽ തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് അദ്ദേഹം പ്രയാസത്തിൻ്റെ ഒരു മുഖഭാവവും അദ്ദേഹത്തില്ല. മറിച്ച് എന്താണെന്നറിയോ? അദ്ദേഹം വളരെ പ്രസന്നവദനാണ്, വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷവാനാണ് അദ്ദേഹം. ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരു മാനസികാവസ്ഥ. ഇപ്പം ഞാൻ നിങ്ങളൊക്കെ രോഗിയാകാം, പ്രായം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും അസുഖം ബാധിച്ചും കിടപ്പിലാകാം. അത്തരം സന്ദർഭങ്ങൾ നമ്മളെ സന്ദർശിക്കാൻ വരുന്നവരോട് പ്രസന്നവദനായിട്ട് സംസാരിക്കുക. അങ്ങനെ ഇത് കണ്ടപ്പോൾ വന്ന സഹാബികളിൽ ചില ചോദിച്ചു, അബൂ ദുജാന, താങ്കൾ ഈ ഒരു സമയത്തും താങ്കളുടെ മുഖം വളരെ പ്രസന്നമാണ്, താങ്കൾ വളരെ സന്തോഷവാനാണ്, എന്താണ് ഈ സമയത്തും താങ്കളെ സന്തോഷിപ്പിക്കുന്ന ഘടകം? അല്ലേ? മരണസമയത്ത് അള്ളാഹുവിൻ്റെ മലക്കായ അസ്രായീലിൻ്റെ വിളി കാത്തും ക്ഷണം കാത്തും ഏതു നിമിഷവും മലക്കെന്നെ വരും, എൻ്റെ അടുത്ത് വരും, എൻ്റെ ആത്മാവിനെ പിടിക്കും, എൻ്റെ റൂഹിനെ പിടിക്കും, എൻ്റെ ബന്ധങ്ങൾ ഇവിടെ അവസാനിക്കും, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, എൻ്റെ സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ അവസാനിപ്പിച്ച് ഈ ദുനിയാവ് വിട്ട് ഞാൻ പോകേണ്ടി വരും എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മുഖത്ത് പ്രസന്നത ഇങ്ങനെ നിരന്തരം കണ്ടപ്പോഴാണ് ഈ ചോദ്യമുണ്ടായത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധേയമായൊരു സംഗതി എന്ന മഹാനായ ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ തബഖാത്തുൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വളരെ വൈകാരികമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അബൂ ദുജാന പറഞ്ഞ മറുപടി? എന്താണെന്നറിയോ? മാ മിൻ അമലിൻ ഷൈഉൻ ഔസക ഇൻദി മിൻ ഇത്നതൈൻ. 2 കാര്യങ്ങളാണ് എനിക്ക് ഈ സമയത്തും എൻ്റെ അടുത്ത് ഏറ്റവും മൂല്യവത്തായതും ഭാരമുള്ളതും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തീർന്നു. 2 കാര്യങ്ങൾ, എൻ്റെ പ്രസന്നതക്കും എൻ്റെ സന്തോഷത്തിനും ഈ മരണവേളയിൽ പോലുമുള്ള എൻ്റെ പ്രസരിപ്പിന് കാരണമാകുന്ന 2 കാര്യങ്ങൾ, അതല്ലാതെ മറ്റൊന്നും അല്ല. നമ്മളൊക്കെ വിചാരിക്കും അദ്ദേഹം ചെയ്ത നമസ്കാരത്തിൻ്റെ വലിപ്പമായിരിക്കും അവിടെ പറയാൻ പോകുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ദാനധർമ്മത്തിൻ്റെ അരികും പാവുമായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്, അദ്ദേഹം ചെയ്ത ഇത്ര ഉംറയും ഇത്ര ഹജ്ജിൻ്റെയും വലിപ്പമായിരിക്കുന്നു. ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ, കുൻതു ലാ അതകല്ലമു ഫീമാ ലാ യഅനി, എനിക്ക് ആവശ്യമില്ലാത്തടത്ത് കയറി ഞാൻ സംസാരിക്കാറില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടില്ല, തർക്കുഹു മാ ലാ തഅനി, നിനക്ക് ആവശ്യമില്ലാത്തത് കയറി നീ ഇടപെടരുത്, നീ അത് ഉപേക്ഷിക്കണം, നീ ആവശ്യമില്ലാത്തടത്ത് പോയി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 2 പേരും അവിടെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് എന്തായിരിക്കും? ഒന്നുകിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക, അവൻ എന്നെക്കുറിച്ചാണോ പറയണേ, എന്തോ സംഭവമുണ്ട്, എന്നെക്കുറിച്ചായിരിക്കും എന്ന് ഞാനങ്ങോട്ട് ചിന്തിക്കുക, ഊഹിക്കുകയാണ്. അതല്ലെങ്കിൽ ഇവന് എതിരാളികളാകുന്ന ആരെങ്കിലും ഉണ്ടാകും. എന്നിട്ടിപ്പം നേരെ ചെന്നിട്ട് പറയും, എടാ മറ്റോന്മാർ 2 പേരും അവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്, കുറച്ച് ഞാൻ കേട്ട് അയച്ച് കൂട്ടി അതിൻ്റെ കൂടെ പറയും. എന്നിട്ട് പറയും, അത് നിന്നെക്കുറിച്ചാണ് പറയണേ. അതല്ലെങ്കിൽ അവന് എന്നെക്കുറിച്ചായിരിക്കും അത് പറയാം. ആവശ്യമില്ലാത്തൊരു കാര്യത്തിലും ഞാൻ സംസാരിക്കാനും ഇടപെടാനും പോകൂല എന്നാണ് ഒന്നാമത്തെ അബൂ ദുജാനയുടെ വർത്താനം. നമ്മളാരെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുക, 2 പേര് സംസാരിക്കുകയാണെങ്കിൽ പതുക്കെ നിരങ്ങി അങ്ങോട്ട് ചെല്ലും, ഒരാവശ്യമല്ല.
ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് മൂസാ നബിയുടെ ഒരു കാര്യം പറഞ്ഞത്. അവിടെ ചെന്നിട്ട് സാധാരണ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളിലൊന്നും എന്താ, തല്ലിട്ട ആളുകളെ, വഴക്കിട്ട ആളുകളെ പിടിച്ചു മാറ്റാൻ ചെന്ന ആള് അടികൊണ്ട് മരിച്ചു. എങ്ങനെയുണ്ട്? ഇദ്ദേഹം പറയുന്നത് ലാ അത്തക്കല്ലഹുമു ഫീമാ ലാ യഅനി, ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ സംസാരിക്കാൻ പോകില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വഅമ്മൽ ഉഖ്റ, ഇനി മറ്റൊന്ന് ഏതാണെന്നറിയുമോ? ഫകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമ, എനിക്കൊരു മുസ്ലിമിനെ കുറിച്ചും ഒരു മോശ വിചാരമല്ല എന്നത്. എൻ്റെ മനസ്സ് അവരെക്കുറിച്ച് സലീമാണ്, സുരക്ഷിതമാണ് എന്നാണ്. പറ്റുമോ നമുക്ക്? നമ്മൾ മോശം വിചാരിക്കാത്ത ആരെങ്കിലും, നമ്മളല്ലാത്ത ആരെങ്കിലും ഈ ദുനിയാവിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പുകയില്ലാതെ അല്ല, എന്താണ്, വെടിയില്ലാതെ പുക ഉണ്ടാവുമെന്നോ? അതുപോലെ തന്നെ ഒന്നും സംഭവിക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടാവോ? അവൻ എന്തൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്, എന്നിട്ട് കണ്ടില്ലേ? ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ പ്രതികരിക്കുന്ന ഒരു രീതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇദ്ദേഹം പറയുന്നത് എന്താ? എനിക്ക് മറ്റൊരാളോട് എൻ്റെ മനസ്സിൽ ഒരു വിദ്വേഷമോ ഒരു ദുഷിച്ച ചിന്തയോ എൻ്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല എന്നാണ്. നമുക്കങ്ങനെ എന്ത് സുഖ. അവനിപ്പം ഇനി വാപ്പാനും ഉമ്മാനും ഇപ്പം എത്ര നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ ഇതൊക്കെയല്ലേ ചെയ്യണേ? ഒരു തെറ്റിനോടും അല്ലെങ്കിൽ ഒരു നമുക്ക് പറ്റാത്ത ഒന്നിനോടും ഒരാളോടുള്ള നമ്മുടെ സമീപന, അവൻ 5 നേരം നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യണേ? ഒരാളെക്കുറിച്ച് മോശം പറയാനും വിചാരിക്കാനും നമുക്ക് ഒരു മടിയില്ല. അത്രമാത്രം കറപ്റ്റഡാണ് ആ മൈൻഡ് എന്നാണ്. അങ്ങനൊരു മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് നല്ല ധൈര്യമാണ്. പടച്ചോൻ എന്നെ സ്വീകരിക്കും, അള്ളാഹ് എന്നെ സ്വീകരിക്കും. അങ്ങനെ മനസ്സ് കാത്തു സൂക്ഷിക്കാൻ ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവരത്രമാത്രം സന്തോഷമുള്ളവരായിരിക്കും. ആവശ്യമില്ലാത്തവരുടെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാതിരിക്കുക. മനുഷ്യരെക്കുറിച്ച് എന്തൊക്കെയായാലും മനുഷ്യനല്ലേ, അതൊക്കെ ഇനിയൊരു അബദ്ധം പറ്റിയാലും അള്ളാഹ് പുറത്തു കൊടുക്കുവനും. എന്തൊക്കെ നന്മകൾ അവൻ ചെയ്യണേ ഒരാളെക്കുറിച്ച്. ഇന്ന് ഈ ദുനിയാവിൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ മാഇസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം വളരെ പ്രശസ്തമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പശ്ചാത്താപവും തൗബയുമായി ബന്ധപ്പെടുത്തി ഈ മഹാനുഭാവനായ പ്രവാചകൻ്റെ അനുയായിയുടെ ചരിത്രം, സഹാബിയുടെ ചരിത്രം കേൾക്കാത്തവരില്ല എന്നാ. നോക്കൂ, ഈ ചരിത്രത്തിൽ നമ്മൾ വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാഇസ് ചെയ്ത തെറ്റ് വ്യഭിചാരമാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വ്യഭിചരിച്ചു. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു. വേറെ ആരും പറഞ്ഞറിഞ്ഞാണോ? അല്ല നബിയെ, മായിസ് ചെയ്ത പണിയറിയോ എന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾ വന്നല്ല. ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. മായിസിനെ അറിയൂ. മായിസ് തന്നെ നേരിട്ട് വരും അള്ളാഹുവിൻ്റെ റസൂലിനോട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ വ്യഭിചരിച്ചു, എൻ്റെ മേൽ ശിക്ഷ നടപ്പാക്കണം. ഇതാണ് മായിസിൻ്റെ ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോഴും മിണ്ടിയില്ല, കേട്ട ഭാവം നടിച്ചില്ല. പ്രവാചകൻ മറ്റു സഹാബികളുടെ നോക്കി എന്ത് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. മൂന്നാമതും മായിസ് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, മായിസ് വ്യഭിചരിച്ചിരിക്കുന്നു, മായിസ് കുറ്റം ചെയ്തിരിക്കുന്നു, മായിസിന് ശിക്ഷ വേണം, മായിസിനെ ശിക്ഷിക്കണം. ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസിനോട്, മായിസ് ലഅല്ലക ഖബ്ബൽത ഔ ഗമ്മർത ഔ നദർത, മായിസേ, ചിലപ്പോൾ നീ ഒന്ന് ചുംബിച്ചിട്ടുണ്ടാകുള്ളൂ, ഔ ഗമ്മർത്ത, നീ കണ്ണുകൊണ്ട് ആ സ്ത്രീയോടൊരു ആംഗ്യം കാണിച്ചിട്ടേ ഉണ്ടാകുള്ളൂ, ഔ നദർത്ത, നീ ഒരു പക്ഷേ പറ്റാത്തൊരു നോട്ടം അവളിലേക്ക് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടോ, അത്രേ നീ ചെയ്തിട്ടുള്ളൂ, മായിസേ നീ പോ. നബി അപ്പോഴും തന്നെ എൻ്റെ പ്രിയപ്പെട്ട മായിസിനെ കുറിച്ച് ഒരു ചീത്ത വിചാരിക്കാൻ പ്രവാചകന് സാധിക്കുന്നില്ല എന്നാ. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാ. നമ്മളൊരാളെക്കുറിച്ചൊരു വർത്തമാനം കേൾക്കാൻ ഇങ്ങനെ കാത്തുക്ക മുട്ടിക്ക സന്തോഷമായി. ഒരു 10,000 റോട്ടിൽ വീണുപോയ ദുഃഖത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും ഒരാളെക്കുറിച്ചൊരു ഈബത്ത് പറഞ്ഞ ഒരാൾ വരാണെങ്കിൽ ആ പോയ പൈസയുടെ കാര്യം നമ്മൾ മറക്കും. അത്ര സന്തോഷമാണ് ഒരു മനുഷ്യനെക്കുറിച്ചൊരു ചീത്തൻ വിചാരിക്കും. ഇപ്പോൾ മാഇസ് റളിയല്ലാഹു പറഞ്ഞ ഗുരുതരമായൊരു കാര്യം വന്നപ്പോൾ റസൂൽ കേൾക്കാത്ത ഭാവത്തിൽ നിന്നു. 3 പ്രാവശ്യവും പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, മായിസേ ലഅല്ലക ഖബ്ബൽത യാ മായിസ് ഔ ഗമ്മർത ഔ നദർത, നീ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ കണ്ണുകൊണ്ടൊന്ന് ആംഗ്യം കാണിക്കുകയോ അതല്ലെങ്കിൽ നീ ഒന്ന് ചുംബിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ, അത്രയല്ലേ നീ ചെയ്തുള്ളൂ, നീ പോ. ഒരാളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വർത്തമാനമാണെന്ന് ആലോചിച്ച് നോക്കിയേ. മഹാനായ
മാഇസ് റളിയല്ലാഹു വീണ്ടും പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ വ്യഭിചരിച്ചു. നിങ്ങൾ പറയണ മാതിരി ചുംബിക്കുകയോ നോക്കുകയോ മാത്രമല്ല, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിക്ഷ നടപ്പാക്കി. ആ ശിക്ഷ നടപ്പാക്കിയപ്പോൾ ചില സഹാബിമാർ പറഞ്ഞു, എന്നാലും മായിസ്, ആരാ മായിസ്? നല്ല മനസ്സുള്ള, ഈമാനുള്ള, പ്രവാചകന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുന്ന സഹാബിമാരിലുള്ളൊരു സഹാബിയാണ്. അപ്പോൾ സഹാബികൾ പറഞ്ഞു, എന്നാലും അവൻ അതങ്ങനെ ചെയ്തല്ലോ. നമ്മളെ മനുഷ്യന്മാരെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മഹത്യയുടെ പേരിൽ അവനെ പഴിക്കല നമ്മുടെ ജോലി. എന്ത് കാരണം കൊണ്ട്? ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ മദ്യപിച്ച് വന്നില്ലേ? ഒരു വട്ടമാണോ 2 വട്ടമാണോ? അവനോട് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് സമീപനം സ്വീകരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ മൂത്രമൊഴിച്ചില്ലേ? അവനോട് റസൂലുള്ള എന്ത് സമീപനം സ്വീകരിച്ചത്? തെറ്റുകളോടുള്ള നമ്മുടെ സമീപനം പോലും മാറ്റി എഴുതപ്പെടണം എന്നാണ്. നമ്മുടെ മനോഭാവങ്ങളിൽ ഇത്തരം ചീത്ത ചിന്തകൾ, ഒരാളെക്കുറിച്ച് മോശം വിചാരിക്കാൻ നമുക്ക് വളരെ വേഗതയിൽ സാധിക്കുന്നു എന്നത് നമ്മുടെ ഈമാനിൻ്റെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന്. അങ്ങനെ സഹാബികൾ പറഞ്ഞത്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ത് മായിസ് ഇത് ചെയ്യുമെന്ന്. അതായത് ഈ ദുനിയാവിൽ ഏത് റാങ്ക് വഹിക്കുന്ന ആളായാലും, അധ്യാപകനായാലും, മൗലവിയായാലും, പോലീസായാലും, പട്ടാളായാലും, എഞ്ചിനീയറായാലും, അവൻ ആത്യന്തികമായി മനുഷ്യനാണ്. വികാരങ്ങളുള്ള ആളാണ്, വിചാരങ്ങളുള്ള ആളാണ്, വൈകാരിക തലങ്ങളിലേക്ക് പോകുന്ന കോപിഷ്ഠനാകുന്ന ആളാണ്, ശാന്തപ്രകൃതിയുള്ള ആളാണ്. ഇങ്ങനെ സ്വഭാവങ്ങളുടെ നിമ്നോന്നതങ്ങളിൽ വ്യവഹരിക്കുന്നവനാണ് മനുഷ്യൻ. ഈ മനുഷ്യനെക്കുറിച്ച്, തൻ്റെ സഹോദരനെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അപ്പോൾ സഹാബികൾ അവിടെ നിന്ന് ഇങ്ങനെ പിറുപിറുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയൊരു വലിയ പ്രഖ്യാപനം ചരിത്രത്തിൽ ഇങ്ങനെ രജതരേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദീനയിലെ ഈമാനുള്ള 70 പേര് സഹാബിമാർക്ക് അദ്ദേഹത്തിൻ്റെ തൗബ വീതം ചെയ്താലും പിന്നെയും അത് ബാക്കിയുണ്ടാവുന്ന പറഞ്ഞത്. അതിലാരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. അതിലാരുണ്ട്? മഹാനായ ഉമറുൽ ഫാറൂഖ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ തൗബ ആ മദീനയിലുള്ള 70 വിശ്വാസികൾക്ക് വീതം ചെയ്താലും അവശേഷിക്കുന്നത്ര അതിശ്രേഷ്ഠമാണ് അദ്ദേഹം ഏറ്റെടുത്ത തൗബ എന്ന് പറഞ്ഞ്. എന്നിട്ട് പോലും ഒരു കുറ്റം ചെയ്തു വന്ന ഒരാളോട് പ്രവാചകൻ പുലർത്തുന്ന സമീപനം എന്നാലോചിച്ച് നോക്കി. നമ്മുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെ വല്ല തെറ്റൊക്കെ ചെയ്താൽ അവനെ പറഞ്ഞു പേടിപ്പിച്ച് അവൻ്റെ ഉള്ള ഈമാനും അല്ലേ. ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ തന്നെ എന്താണ്, ആരെ വന്നേക്കണേ, എൻ്റെ പൊന്നോ, ഇത്രയും നാൾ എവിടെയായിരുന്നു? റമദാനും കഴിഞ്ഞു, വലിയ പെരുന്നാളും കഴിഞ്ഞു, എന്നിട്ട് ഇവനെ കണ്ടിട്ടില്ലല്ലോ. എടാ നോക്കിയാൽ ആരാ വന്നേക്കണോ നോക്കിയേ. അപ്പോൾ അവനാകെ പേടിച്ചും ചളിച്ചും, പടച്ചോനെ ഇനിയെങ്കിലും ഒരു നന്നായിട്ട് ഈമാനോടുകൂടി ഒരു സുജൂദ് പടിഞ്ഞാറോട്ട് നോക്കി ചെയ്യാന്ന് കരുതി പടച്ചോൻ്റെ വീട്ടിലേക്ക് വന്നാൽ, ഈ പറഞ്ഞോൻ്റെ വീട്ടിലേക്കല്ല, അള്ളാഹുവിൻ്റെ വീട്ടിൽ നമ്മുടെ ഒരു സ്വസ്ഥ കൊടുക്കൂല. അവൻ ആ വാതിൽ തുറന്നിങ്ങോട്ട് വരുമ്പോൾ തന്നെ അവൻ്റെ വരുവണ്ട എന്ന് നമ്മൾ പറയുന്നു. എന്തൊരു മനോഭാവമാണിത് എന്ന് അതിഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണെന്ന്. നോക്കൂ, ഉസ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിസ്സാരക്കാരനല്ല. അദ്ദേഹം ബദറിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം പോരാടിയ ആളാണ്. ബദറിൽ പങ്കെടുത്തവരുടെയൊക്കെ പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. ഈ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഉണർവിനും ഉന്മേഷത്തിനും മുസ്ലിം ഉമ്മത്തിൻ്റെ ആദ്യമായി വന്ന രണാങ്കണ പോരാട്ടമാണ് ബദർ. ആ ബദറിൽ പങ്കെടുത്ത ഈ ഉസ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങി. ജീവിതം മുന്നോട്ട് പോയപ്പോൾ കാഴ്ചക്ക് പഴയ ശക്തിയില്ല, മൂർച്ചയില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഗോത്രക്കാർ നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് അദ്ദേഹത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു തോട് മുറിച്ച് കിടക്കണം. എന്ന് പറഞ്ഞാൽ ആ തോടിൽ സാധാരണ നിലക്ക് വെള്ളം ഉണ്ടാവലില്ല. മഴക്കാലമായതുകൊണ്ട് വെള്ളമുണ്ട്. കണ്ണുള്ളവർ, കാഴ്ചയുള്ളവർ ആ തോടൊക്കെ ചാടിപ്പോകും. പക്ഷേ ഉസ്മാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പോകാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ വീട്ടിൽ എനിക്ക് നിസ്കരിക്കാനൊരു പള്ളി എന്ന് പറഞ്ഞാൽ ഒരു സൗകര്യം ചെയ്തു വേണം എന്ന് പറഞ്ഞു. അതിനെന്താ ഉസ്മാനെ, നീ അവിടെ നിസ്കരിച്ചോ? അല്ല നബിയെ, നിങ്ങൾ വരണം, എന്നിട്ട് നിങ്ങൾ അവിടെ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കരിച്ച് അതൊന്ന് തുടക്കം കുറിക്കണം, ഇതാണ് ആഗ്രഹം. സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയും കണ്ടിട്ട് പറഞ്ഞു, ശരി ഉസ്മാൻ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇത് കണ്ടവരോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ വലിയൊരു സദസ്സായി അവിടെ, വലിയൊരു ജമാഅത്തിനുള്ള ആൾ ആ വക്കത്തിനവിടെ ആയി എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവരെല്ലാം കൂടി നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് മാലിക് ഇബ്നു ദുഖശം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസിയുണ്ട്. അദ്ദേഹം ആരാണ്? മുസ്ലിമായൊരു മനുഷ്യനാണ്.
ഇദ്ദേഹത്തെ അവിടെ കണ്ടില്ല. അന്നൊക്കെ എത്ര പേര് സഹാബികളുണ്ടാവും എന്ന് നമുക്കറിയാലോ. 49 കഴിഞ്ഞ് 50-ാമതൊരാളുണ്ടെങ്കിൽ വന്നില്ലെങ്കിൽ അറിയാൻ പറ്റും. അന്ന് അത്രേ ഉള്ളൂല്ലോ ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ സഫ് കെട്ടിയപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ദുഖശത്തിനെ കാണുന്നില്ല എന്നാ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഇദ്ദേഹം അങ്ങാടിയിൽ നിന്ന് മുനാഫിക്കുകളായ ചില ആളുകളായിട്ട് സംസാരിക്കുന്ന ഇദ്ദേഹം കണ്ടു. ആര് കണ്ടു? ഇതിൽ നിന്ന് മടങ്ങിപ്പോയ ആളുകൾ കണ്ടു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ സഹാബികൾ പറഞ്ഞു, കണ്ടോ ദുഖശത്തിന് മാലിക് ബിൻ ദുഖശത്തിന് ഇപ്പോൾ നമ്മളൊന്നും ആയിട്ടല്ല കൂട്ട് അല്ലേ. നമ്മൾ ആരെങ്കിലുമായിട്ട് വർത്താനം പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ നിന്ന് പോകാൻ സ്കെച്ച്. അപ്പോൾ ഒരുത്തൻ അവിടെ എന്തോ ഇടങ്ങേറ് പിടിച്ച കേസ് ഒരുത്തനോട് പറയാം, ഓ നോക്കിയേ അവൻ പള്ളിയിലൊന്നും വരാണ്ട് അവിടെ നിന്ന് വർത്താനം പറയണ നോക്ക്. ഒരാളെക്കുറിച്ച് പെട്ടെന്ന്, അത് മാത്രമല്ല പറ്റാത്തൊരാളോട് സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മളങ്ങോട്ട് ഊഹിക്കുകയാണ്, നമ്മളവിടെ ചിന്തിക്കുകയാണ്. ഈ സഹാബികൾ അങ്ങനെ ചിന്തിച്ചു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇങ്ങനെ ഒരു വർത്താനം വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ പറഞ്ഞെന്നറിയോ? അലൈസ ഖദ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അല്ല എൻ്റെ സഹാബികളെ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യരല്ലേ അത്? എൻ്റെ അടുത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളത്. ആ ആളെക്കുറിച്ച് നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു മനുഷ്യനുണ്ട് എങ്കിൽ അള്ളാഹു അവൻ്റെ മേൽ നരകം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് അവന് കൂട്ടിപ്പോൾ മുനാഫിക്കുകളായിട്ടാണ്, അവന് കൂട്ട് മറ്റവനായിട്ടാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നാണ്. ഒരാളെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ മനുഷ്യരായ നമുക്ക് സാധിക്കാത്തിടത്ത് നമുക്ക് പരാജയമുണ്ടാകുന്നു എന്നാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ ബല്ലഗക അൻ അഖീക ഷൈഉൻ തക്റഹു. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിന്നോട് നിന്റെ സഹോദരൻ എത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ഫൽതമിസ് ലഹു ഉദ്റൻ. ഒരാളെക്കുറിച്ച് കേട്ട് അവനിങ്ങനെ ആ ബാറിൻ്റെ ഫ്രണ്ടിൽ അവിടെ നിൽക്കണേ കണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവൻ അവിടെ നിൽക്കണാണ്ട്, ഇങ്ങോട്ട് പോയപ്പോൾ നിൽക്കണാണ്ട്. ഇപ്പോൾ ഒരാളവിടെ കണ്ടതിൻ്റെ ഇതാണ്. പിന്നെ ഇവനിങ്ങനെ നെയ്തെടുക്കാണ്. പിന്നെ അവൻ പറഞ്ഞവർ അത് ചുറ്റിപ്പറ്റി പുതിയ വർത്തമാനങ്ങൾ ഉണ്ടാക്കാൻ. ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാണ്. നിന്നെ ആരെയെങ്കിലും കുറിച്ച് നിൻ്റെ അടുത്തൊരു വർത്തമാനം എത്തിയാൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണുണ്ടോ? ഫൽതമിസ് ലഹു ഉദ്റൻ. അവന് ഒരു ഉതിർ നീ കണ്ടെത്തണം. എന്ന് വെച്ചാൽ ഒരു എക്സ്ക്യൂസ്. അതവൻ എന്തെങ്കിലും ആരെങ്കിലും വെയിറ്റ് ചെയ്തായിരിക്കും, കാത്തുനിന്നായിരിക്കും. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാണ്ട് അതെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയതായിരിക്കും. അവനൊരു ഉതിർ നീ കണ്ടെത്തണമെന്ന്, അല്ലാണ്ട് അവനെ കുറ്റപ്പെടുത്തല്ല വേണ്ട. അവനത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയതായിരിക്കും എന്നവനെക്കുറിച്ച് നല്ലത് വിചാരിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി ജുഹദിക്ക് നീ പരിശ്രമിക്കണം, നീ അങ്ങനെ കണ്ടെത്തണമെന്നാ. ഫഇല്ലം തജിദ് ലഹു ഉദ്റൻ. ഇനി ഒരു ഉദുറും അവന് പറയാൻ, അവൻ്റെ പേരിൽ പറയാനും കണ്ടെത്താനും നിനക്ക് സാധിച്ചില്ല എങ്കിൽ ലഅല്ല ഫഖുൽ ലിനഫ്സിക ലഅല്ലഹു ഉദ്റൻ ലാ അലമുഹു. അവൻ പറയണമെന്ത്? എനിക്ക് ഒരു ന്യായവും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. എന്തെങ്കിലും ഒരു ഉതിർ ന്യായം അവനുണ്ടാകും, അല്ലാതെ അവനവിടെ നിൽക്കില്ല. നിങ്ങൾ പറയുന്നത് ശരിയല്ല, അവന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അതറിയാതെ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് നീ പറയണം. ഇതാണ് നമ്മുടെ നബി, മുത്തുനബി, അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഏത് വഴിക്കാണ് പോണത്? ഈ നബിയുടെ വഴിക്കാണോ പോണേ? പല കാര്യങ്ങളും നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞത് പല ചെവികളിലേക്ക് എത്തും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, പലതും പല സ്ഥലത്തേക്ക് പറന്ന് ഭൂഖണ്ഡങ്ങൾ പറയും. ആ ആളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഏത്? നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. 10 കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരാളെ കണ്ടുവിട്ടോടെ പറഞ്ഞാടാ, അന്ന് നീ കേട്ടില്ലേ എന്നോട് ആ ബോക്കറിനെ കുറിച്ച്? സത്യമല്ലായിരുന്നു കേട്ടോ. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞടാ. അവന് വല്ലാതെ വിഷമിച്ചേ, അവന് നെഞ്ച് നീറിയല്ലേടാ 10 കൊല്ലം ജീവിച്ച്. നീ അറിയോ, അവൻ ശരിക്കും ആ വിഷമത്തിൽ വയസ്സനായി പോയി, അവൻ്റെ മുടിയൊക്കെ നരച്ചുപോയി, അങ്ങനെ അവൻ മരിച്ചേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ 10 കൊല്ലവും അയാൾ വെന്തു നീറിയതിൻ്റെ ഫലം പരലോകത്ത് പഠിച്ചോൻ തരാതിരിക്കണമെങ്കിൽ റബ്ബല്ലാതിരിക്കണം. എത്രമാത്രം സൂക്ഷ്മത നമ്മുടെ വാക്കുകളിൽ, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നമുക്കുണ്ടാകണം എന്നതാണ് നമ്മുടെ ഒരു സ്വഭാവം. അങ്ങനെ അല്ലേ? ഒരു തിന്മ 10 പേരോട് പറഞ്ഞാലും, ഒരു നന്മ ഒരാൾ 10 കൊല്ലം ചെയ്താലും നമ്മൾ പറയില്ല. ഒരു തിന്മ നമ്മൾ 10 പേരോട് പറഞ്ഞാൽ, ഇപ്പം കാണുന്ന ഒരു കാര്യമായിരിക്കും, 10 പേര് പറഞ്ഞാലും 10 കൊല്ലം ഒരാൾ ചെയ്ത നന്മ നമ്മൾ 10 പേരോടും പറയില്ല, ഒരാളോടും പറയില്ല.
ഈ ഒരു മാനസികാവസ്ഥ വിശ്വാസികൾക്ക് ഭൂഷണമല്ല എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആയിഷ ബീവിയുടെ സംഭവം നമുക്കറിയാലോ. യുദ്ധസന്ദർഭത്തിൽ ആയിഷ ബീവിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാവായ ആയിഷ ബീവിയുടെ മാല നഷ്ടപ്പെടുകയും അതന്വേഷിച്ച് പോവുകയൊക്കെ ചെയ്ത സംഭവം. യുദ്ധത്തിൽ നഷ്ടപ്പെട്ട മുതലുകൾ വല്ലതും വീണ് പോയിട്ടുണ്ടോ എന്നറിയാൻ അന്ന് സഫ്വാൻ റളിയല്ലാഹു വരുമ്പോഴാണ് ആയിഷ മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എന്തേ ഉമ്മുൽ മുഅ്മിനീൻ എന്തേ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ പല്ലക്കിലുണ്ട് എന്ന് കരുതി പല്ലക്ക് ചുമന്നവർ പോയി, പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ആയിഷ ബീവിനെ സ്വന്തം ഒട്ടകത്തിൻ്റെ ചുമലിൽ കയറ്റി മദീന വരെ സഫ്വാൻ റളിയല്ലാഹു അതിൻ്റെ വള്ളി പിടിച്ച് നടന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര ദൂരം ഉമ്മഹാത്തുൽ മുഅ്മിനീനെ മുകളിലിരുത്തിയിട്ട്. അത് കണ്ടപ്പോഴാണ് മുനാഫിക്കുകളുടെ നേതാവ് ഈ വരവ് കണ്ടപ്പോൾ പറഞ്ഞു, ആയിഷയും സഫ്വാനും തമ്മിൽ ഇതാണ് പരിപാടിയല്ലേ, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. പോരെ, ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രവാചകനും സഹാബികളും വെന്തുരുകിയ ഒരു മാസം, ഒരുപാട് തെറ്റിദ്ധരിപ്പലുകൾ, ആക്ഷേപങ്ങൾ. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലെ 12-ാമത്തെയും 16-ാമത്തെയും ആയത്തുകൾ അവതരിച്ചത്. അതിലൊരായത്താണ് ഞാനിവിടെ ഓതിയത്. നിങ്ങളത് വീട്ടിൽ ചെന്നിട്ട് ആ ഖുർആൻ എടുത്തൊന്ന് പഠിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലെ 12-ാമത്തെയും 16-ാമത്തെയും ആയത്ത്. അതിലൊരായത്ത്, ലൗലാ ഇദ് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറാ. നിങ്ങൾ ആ വർത്തമാനം കേട്ടപ്പോൾ എന്തുകൊണ്ട് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ഇവരെക്കുറിച്ച് ഖൈറ നല്ലത് വിചാരിച്ചില്ല? ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതാരോടെ ചോദിച്ചത്? സഹാബികളോട്. ആ മനസ്സ് പാകപ്പെടുത്തിയെടുക്കണം. അതുകൊണ്ട് ഊഹങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളെക്കുറിച്ച് നല്ലത് വിചാരിക്കാതെ തിന്മ വിചാരിക്കുന്ന ഒരു മൈൻഡ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കണം. ശ്രമകരമാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു അത്തരം ദുർഗുണങ്ങളെ അകറ്റി സൽഗുണങ്ങളെ പുൽകുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ അസീസിൽ ഗഫാർ വൽ മലിക്കിൽ ജബ്ബാർ ഗാഫിറദ് ദംബി വഖാബിലുത് തൗബ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അയ്യുഹൽ ഇഖ്വതു വൽ അഖവാത് ഉസീകും ബി തഖ്വല്ലാഹ്. അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. സഹോദരങ്ങളെ, 2 സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കണം എന്ന് നമ്മളോട് വസിയ്യത്തുണ്ട്. അതിലൊന്ന് ഈ പള്ളിയിൽ വരാറുള്ള നമ്മുടെ ഒരു സഹോദരൻ്റെ കാലുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ, അസുഖം കൊണ്ട് അദ്ദേഹം വളരെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിലും അദ്ദേഹത്തെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ല. നമ്മുടെ കൂട്ടത്തിലെ സഹോദരൻ്റെ ഈ പ്രയാസം നീക്കിക്കൊടുക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതുകൂടാതെ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ പലപ്പോഴും ഞാൻ ഇവിടെ കാണാറുള്ളൊരു സഹോദരനാണ്. അദ്ദേഹം പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ഈ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. 10 ദിവസത്തോളം ഹോസ്പിറ്റലൈസ്ഡായിരുന്നു. അദ്ദേഹം നമ്മുടെ പള്ളിയിൽ വരാറുള്ള ഒരാളാണ്. നാളെ നമ്മളിൽ ആരെക്കുറിച്ചാണ് ഇതുപോലെ പ്രാർത്ഥിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക. രാജാതിരാജനായ അള്ളാഹു, കാരുണ്യക്കടലായ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു, രോഗബാധിതനായ സഹോദരൻ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ജീവിത സൗഭാഗ്യം അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു അവർക്ക് തണലും ആശ്വാസവുമേകട്ടെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരൻ അള്ളാഹുവെ നീ മഗ്ഫിറത്തും റഹ്മത്തും നീ നൽകണമേ റഹ്മാനെ. അദ്ദേഹം ചിലവഴിച്ച നല്ല സമയങ്ങളെ നീ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളെയും അതുപോലെ തന്നെ ഇബാദത്തുകളെയും നാഥ നീ സ്വീകരിക്കുകയും പ്രതിഫലം നൽകുകയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ പാപങ്ങളും നാഥ നിൻ്റെ മഹത്തായ ഫദല് കൊണ്ടും നിൻ്റെ ഔദാര്യം കൊണ്ടും നിൻ്റെ കാരുണ്യം കൊണ്ടും നിൻ്റെ റഹ്മത്ത് കൊണ്ടും നാഥ നീ പുറത്തുമാപ്പാക്കി നൽകണമേ റഹ്മാനെ.
അദ്ദേഹത്തിൻ്റെ അഭാവം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും നീ ശമനവും പരിഹാരവും നൽകണമേ റഹ്മാനെ. സമാനമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയെല്ലാം നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ആ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അതിനെല്ലാം നീ ശമനം നൽകണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉമ്മമാർ മരണപ്പെട്ടു പോയ അവർക്ക് നീ മർഹമത്തും മഗ്ഫിറത്തും നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നാഥ നീ ആരോഗ്യവും ആയുസ്സും നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ കഴിവുകൾ നൽകി വിജയങ്ങൾ നൽകി അള്ളാഹുവെ അവർക്ക് നീ വിജയം സമ്മാനിക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ മക്കളിൽ ഈമാനിനെ നീ നിറയ്ക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാഖമാരെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നീ അയക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്തുമാപ്പാക്കി നൽകണമേ റഹ്മാനെ. പടച്ചവൻ, ഞങ്ങളുടെ കച്ചവടത്തിൽ നീ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തിനെ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم احياء منهم الاموات اللهم احيا الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.